ഇത്രയും സ്ത്രീകൾ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് ഉള്ള കാര്യമാണല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. എൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു മെസ്സേജ് വന്നപ്പോൾ തക്കതായിട്ടുള്ള മറുപടി ഞാൻ അദ്ദേഹത്തിന് നൽകുകയും ആ ഏരിയയിൽ പിന്നെ അദ്ദേഹത്തിന് ഞാൻ ഇത്രയും കാലമായിട്ട് കണ്ടിട്ട് പോലുമില്ല. ആരാണോ ഈ ഇരയുടെ കൂടെ നിൽക്കണം എന്ന് തന്നെ ഞാൻ ചിന്തിക്കുള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം 15-അംഗ പവർ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഈ 15-അംഗ പവർ കമ്മിറ്റി ആര് എന്ന ചോദ്യം ഇങ്ങനെ നിഴലിച്ചു നിൽക്കുമ്പോൾ അതിന് പിന്നിൽ നിരപരാധികളായ നിരവധി നടന്മാരും സംവിധായകരും പ്രൊഡ്യൂസർമാരും ഒക്കെ പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം. അതുകൊണ്ട് തന്നെ പരാതി ലഭിച്ചാൽ മാത്രമേ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്ന സർക്കാർ സ്വമേധയാ കേസെടുത്തുകൊണ്ട് അത് ആരൊക്കെയാണെന്ന് അന്വേഷിച്ച് അതിൽ കുറ്റവാളികളെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ്. എന്തായാലും പലർക്കുമെതിരെ പലരും ഇപ്പോൾ പല ആരോപണങ്ങളുമായി മുൻപോട്ട് വരുന്നു. ഏറ്റവും ഒടുവിൽ യുവനടിയായ അൻസിബ ഇപ്പോൾ അത്തരത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവവുമായി എത്തിയിരിക്കുകയാണ്. ഈ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും അത്ഭുതപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ഒരു 5 വർഷത്തിന്റെ അടുത്തെടുത്തു ഈ ഒരു റിപ്പോർട്ട് ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത് ഇത്രയും ലേറ്റ് ആവാൻ പാടില്ലായിരുന്നു എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചറിയുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ് തോന്നുന്നത്. അത് ആരൊക്കെയാണോ അവരെ വേട്ടയാടിയിട്ടുള്ളത്, വേട്ടയാടിയ ആളുകൾ തീർച്ചയായും അഴികൾക്കുള്ളിൽ വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കൃത്യമായ തെളിവുകളും എല്ലാ രേഖകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വേട്ടക്കാരന്റെ പേര് പുറം ലോകം അറിയണം. കാരണം ഇനിയുള്ള ആളുകളെങ്കിലും ഇത് ചെയ്യാതിരിക്കണം. അത് മറ്റുള്ളവർ ഭയപ്പെടണം. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നവർ മനസ്സിലാക്കണം. പലരും ഈ പറയുന്ന പോലെ ഭയപ്പാട് കൊണ്ടായിരിക്കാം പരാതിപ്പെടാത്തത്. അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അവരുടെ ഇമേജ് എന്തായിരിക്കും, ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുമോ, ഇങ്ങനെയുള്ള പല കൺസേൺ ആയിരിക്കും സ്ത്രീകളെ ഇങ്ങനെ പരാതി കൊടുക്കുന്നതിൽ നിന്നും ഒരു ബാക്കോട്ടേക്ക് കൊണ്ടുവരുന്നതിന്റെ ഒരു പ്രധാന ഘടകം. എൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു മെസ്സേജ് വന്നപ്പോൾ തക്കതായിട്ടുള്ള മറുപടി ഞാൻ അദ്ദേഹത്തിന് നൽകുകയും ആ ഏരിയയിൽ പിന്നെ അദ്ദേഹത്തിന് ഞാൻ ഇത്രയും കാലമായിട്ട് കണ്ടിട്ട് പോലുമില്ല. അത്രയ്ക്കും ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ടില്ല. ആദ്യമായിട്ടൊരു മെസ്സേജ് വന്നപ്പോൾ തന്നെ ഞാൻ തക്കതായിട്ടുള്ള മറുപടി കൊടുത്തു. അത് അവിടെ തന്നെ സ്റ്റോപ്പായി. അത് അതിന്റെ ലിമിറ്റ് വിട്ട് പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പരാതി കൊടുത്തേനെ. ഇത്രയും സ്ത്രീകൾ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് ഉള്ള കാര്യമാണല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് നീതി ലഭിക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പറഞ്ഞ പോലെ വ്യക്തികളാവുമ്പോൾ ഓരോ വ്യക്തികളും സംസാരിക്കുന്ന സംഭാഷണത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ പറഞ്ഞത് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് മറ്റൊരാൾക്ക് പറയാൻ സാധിക്കണമെന്നില്ല. വാലിഡ് ആയിട്ടുള്ള പ്രൂഫുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും അത് മുഖം നോക്കാതെ തന്നെ നടപടി എടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. എന്ത് ഇതുപോലെയുള്ള ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും മാക്സിമം ആരാണോ ഈ ഇരയുടെ കൂടെ നിൽക്കണം എന്ന് തന്നെ ഞാൻ ചിന്തിക്കുള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകൾ പറഞ്ഞതിൽ വാസ്തവമുണ്ട് എങ്കിൽ തീർച്ചയായും അതിനെതിരെ കേസെടുത്തേ മതിയാകൂ. അത് ഇനി വേട്ടക്കാരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും വലിയ പ്രമാണിയാണെങ്കിലും ഏറ്റവും വലിയ ഒരു നടനാണെങ്കിലും സംവിധായകനാണെങ്കിലും അയാൾ തെറ്റ് ചെയ്തു എങ്കിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്നാണ് അൻസിബ പറയുന്നത്. അമ്മ താരസംഘടനയിൽ ഇന്നലെ ഈ വിഷയം മാധ്യമങ്ങൾ ഉന്നയിച്ചപ്പോൾ സിദ്ദിഖ് പറഞ്ഞത് ഒരു അഭിപ്രായവും ജഗദീഷ് പറഞ്ഞത് മറ്റൊരു അഭിപ്രായവുമായിരുന്നു. ജഗദീഷ് അവിടെ വ്യക്തമാക്കിയ അഭിപ്രായത്തോട് യോജിക്കുന്ന തരത്തിലാണ് അൻസിബ തൻ്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. തെറ്റുകാരൻ എന്ന് തെളിയിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അയാൾ ഇനി എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും കേസെടുത്തേ മതിയാകൂ എന്നാണ് അൻസിബയുടെ വാദം.